ശ്രീ ജലീൽ പുനലൂർ, അങ്ങ് പറഞ്ഞു ഒരു മതവിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരം പരാമർശങ്ങളൊക്കെ ഈ RSS അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞു. മുസ്ലിം മതവിഭാഗത്തിലെ 90% പേരും അങ്ങനെ ഏതെങ്കിലും ഒരു വർഗീയതയെ അല്ലെങ്കിൽ ഭീകരതയെ പിന്തുണയ്ക്കുന്നവരാണ് എന്നുള്ള അഭിപ്രായമൊന്നും ആർക്കുമില്ല. പക്ഷേ അതിലെ പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കേണ്ട സമയത്ത് നിങ്ങൾ ഒരു കാലത്തും തുറന്നു കാണിച്ചിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള ഈ മതഭീകരർ, ജിഹാദികൾ കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഈ അഹമ്മദാബാദ് കേസ് മാത്രം എടുത്തു നോക്കൂ. ഈ വധശിക്ഷയും അതുപോലെ ജീവപര്യന്തം തടവും ശിക്ഷ വിധിച്ച ആളുകൾ അത്രയും എല്ലാം മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ സെൻകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു റാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് അവരെ ഈ മത തീവ്രവാദത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട ഒരു വലിയ പ്രവർത്തനത്തിലേക്ക് അതിൻ്റെ പതാകവാഹകരായി പോകേണ്ട നിങ്ങളെപ്പോലുള്ള ആളുകൾ അറിഞ്ഞും അറിയാതെയും ഇത്തരം പ്രവണതകൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഉയരുന്ന ആരോപണം. അത് തെറ്റായ കാഴ്ചപ്പാടാണ്. സത്യത്തെ തിരിച്ചറിയാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞാൻ വളരെ ഹൃദയശുദ്ധിയോടുകൂടി ആത്മാർത്ഥമായി പറയുന്നു, ഞാൻ ദേശീയതയെ തിരിച്ചറിഞ്ഞത്, അതല്ലെങ്കിൽ ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം അറിഞ്ഞത് 6-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് എന്നെ കൊണ്ടുപോയി പുനലൂരിലെ NMA മദ്രസയിൽ ചേർത്തടം മുതലാണ്. അവിടെ ആഗസ്റ്റ് 15-ന് എൻ്റെ നെഞ്ചത്ത് പതിച്ചതാണ് എൻ്റെ ഐഡന്റിറ്റി, ദേശീയത. ആ ഉസ്താദാണ് അത് പഠിപ്പിച്ചത്. അത് കേരളത്തിലെ 10-12,000-ഓളം മദ്രസകളുണ്ട്. ആ മദ്രസകളിലെ കുട്ടികൾ പഠിച്ചു വരുന്നത് ജിഹാദും രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടവും യുദ്ധമൊന്നുമല്ല, ദേശീയതയാണ് പഠിക്കുന്നത്. നിന്റെ പിതാവിനെ, നിന്റെ മാതാവിനേക്കാൾ, നിന്റെ സഹോദരിയേക്കാൾ കൂടുതലായി നിന്റെ രാജ്യത്തെ ശ്രീ ജലീൽ പുനലൂർ, ഒന്ന് ആരിഫ് ഹുസൈൻ ഇടപെടുന്നുണ്ട്, ഒന്ന് വഴങ്ങുക. ശ്രീ ജലീൽ പുനലൂർ പറഞ്ഞു തീർക്കട്ടെ. അതൊരു ശരിയല്ല. ശരി, അങ്ങ് പറയൂ. ഒരു ചർച്ചയിൽ 3 പേരിരിക്കുന്നു. അവർ 2 പേരും മുൻ DGP സാറിനോട് എനിക്ക് ആശയപരമായ വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ സംവദിക്കുന്നത്. താങ്കൾ ഞാനുമായിട്ടും എത്ര മാന്യമായിട്ടാണ് സംവദിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ കയറി പ്രഹസനം സൃഷ്ടിക്കുക, എന്നിട്ട് ഹീറോ ചമയുക, ആരെയൊക്കെയോ പറ്റിച്ചെന്തോ, ആ ശീലം നല്ലതല്ല. അദ്ദേഹം 1-2 കടന്ന വാക്കുകൾ ഉപയോഗിച്ചു. അതിന് മറുപടി ആ ശൈലിയിൽ ഞാൻ പറയാത്തതിന്റെ കാരണം, ഒന്ന്, ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മീഡിയയാണ്. പിന്നെ നീലിമ എന്ന് പറയുന്ന ഒരു സ്ത്രീത്വത്തെ ഞാൻ മാനിക്കുന്നു. അതിനേക്കാൾ ഉപരി എന്നേക്കാൾ എത്രയോ ഉയർന്ന തസ്തികയിലിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് ആയെങ്കിലും അദ്ദേഹത്തിന് ആശയം എന്തുമായിക്കോട്ടെ, അദ്ദേഹം ഇരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു ഉത്തരവാദിത്വ ബോധം കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾക്ക് അതേ ശൈലിയിൽ മറുപടി പറയാൻ സാധിക്കാത്തത്. ഇതൊക്കെ സത്യത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തെയും പ്രത്യേകിച്ച് RSSനെയും പറ്റിച്ചും തട്ടിച്ചും കാര്യങ്ങൾ നേടിയെടുക്കാൻ അജണ്ട നിർമ്മിച്ചുകൊണ്ട് ഇപ്പൊ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അത് നാളെ നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറയുന്നത് സത്യമായിട്ട് തോന്നും. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നു. ലവ് ജിഹാദ് ഉണ്ട് എങ്കിൽ ആ ജാതി തോന്നിയാസം കാണിക്കുന്നവനെ കയ്യാമം വെച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ദേശീയ അന്വേഷണ ഏജൻസിയായി NIA ആണ് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത്. കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലില്ല. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഉസ്ബെക്കിസ്ഥാനില്ല. സാറേ, അതിനെ അംഗീകരിക്കുന്നു സാറേ? ഒരു കൊടും തെമ്മാടി ഒരു പെൺകുട്ടിയെ ലാപ്ടോപ്പ് വെച്ച് അടിച്ചു കൊന്നിട്ട് അവനെങ്ങനെ ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാൻ? സെൻകുമാർ സാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ താങ്കളോട് പറയാം. ഒരാളെയും നിർബന്ധിച്ച് പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ പ്രേമിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അയാൾ മുസ്ലിം ആകില്ല. ഹൃദയം കൊണ്ട് ഒരുത്തൻ ആശയം കൊണ്ട് പുലുകിയാൽ മാത്രമേ ഈ വിഷയത്തിൽ എപ്പോഴും പുലർത്തുന്ന അതേ സമീപനം തന്നെയാണ്. ലവ് ജിഹാദിന് തെളിവ് എവിടെ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. എന്തായാലും ഉസ്ബെക്കിസ്ഥാനിൽ നടന്നത് മതപരിവർത്തന ശ്രമമാണ്. അത് എതിർത്തതിനാണ് ആ പെൺകുട്ടിയെ തല്ലിച്ചതച്ച് ആ കുഞ്ഞിന്റെ ജീവൻ പൊലിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങ് ഇടപെടുന്നുണ്ടായിരുന്നു, പറയൂ. ഇവിടെ ഇദ്ദേഹം താൻ പഠിച്ച മദ്രസയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ സ്ഥിരം വെളുപ്പിക്കുന്നത്. അത് നമ്മൾ സ്വീകരിക്കരുത് എന്നാണ് ഞാൻ എപ്പോഴും പറയുക. കാരണം ഇത് സ്ഥിരമായിട്ട് ഈ പറയുന്ന ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വരുന്ന, ജിഹാദിനെ വെളുപ്പിക്കാൻ വരുന്ന എല്ലാവരും പറയുന്ന അതേ ഡയലോഗാണ്. ഞാൻ പറഞ്ഞു,
നിങ്ങൾക്ക് ഇസ്ലാമിനെ അറിയില്ല. ഇസ്ലാം അറിയുന്ന വ്യക്തികളാണ് ഇവിടുത്തെ തീവ്രവാദികൾ. കാരണം അവര് ഈ ജലീലിനേക്കാൾ കൂടുതൽ ഇസ്ലാം പഠിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ കാരണം. കൃത്യമായിട്ട് ഇസ്ലാമിലുണ്ട്. പിന്നെ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ മടുത്ത കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിനെ കൺവേർഷൻ ജിഹാദ് എന്ന് പറയുമ്പോൾ മതം മാറ്റണം എന്ന ഒരു ലക്ഷ്യം. കാരണം ഇസ്ലാമിൽ ഖുർആനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, ഒരു ബഹുദൈവ വിശ്വാസിനിയെ അവൾ ഇസ്ലാമിലേക്ക് വരുന്നത് വരേക്കും നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ കല്യാണം കഴിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു മുസ്ലിം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവളെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. ഇത് ഖുറാനിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ജലീൽ പോയിട്ട് ഖുറാൻ പഠിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഈ പറയുന്ന യുദ്ധങ്ങൾ നടക്കുന്ന, കൊള്ള നടക്കുന്ന സമയത്ത് മുഹമ്മദ് നബി അടക്കമുള്ള ഈ സമയം എന്താ മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളത്? കൊള്ള നടക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഈ പറയുന്ന ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകളെ പിടിച്ചു കെട്ടിയിട്ട് അവർക്ക് ഓപ്ഷൻസ് കൊടുക്കുകയാണ്. എന്താണ്? ഒന്നുകിൽ മുസ്ലിം ആവുക, അല്ലെങ്കിൽ അവിടെ കൊല്ലപ്പെടുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് ഇളിച്ചോണ്ടിരുന്ന ഒരു കാര്യമില്ല. മദ്രസയിൽ ഇരിക്കുമ്പോൾ ഇരുന്ന് പഠിക്കണം. 9:29 ഇരുന്ന് വായിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല മദ്രസ, അവിടെ ഇരുന്ന് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പൊ 9:29 കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു ബഹുദൈവ വിശ്വാസികൾ. 9:20 സൂറത്ത് തൗബ എടുത്ത് തുറന്നിരുന്ന് വായിക്ക്. നിങ്ങൾ ഉണ്ട കണ്ടിട്ടുണ്ട്? നിങ്ങൾക്ക് ഒരു ഖുറാൻ എടുത്ത് നിങ്ങളുടെ കയ്യിൽ ഖുറാൻ കീഴടങ്ങുന്നത് വരേക്കും അങ്ങൊന്ന് ശ്രദ്ധിക്കൂ, അദ്ദേഹം പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ, എന്നിട്ട് മറുപടി പറയൂ. അതല്ലേ ഒരു ജനാധിപത്യ രീതി? ഇതാണ് ഇവരുടെ അല്ല, അദ്ദേഹം പറയട്ടെ, താങ്കൾക്ക് ഖണ്ഡിക്കാനുള്ള സമയമുണ്ടല്ലോ അതിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഖുറാന്റെ വേഴ്സ് തന്നെ അങ്ങ് വായിച്ചേക്കാലോ. അതല്ലേ വേണ്ടത്? 9:29 നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്ക്. ജലീലിന് ധൈര്യം ഉണ്ടെങ്കിൽ അത് എടുക്ക്. പറയാം. വായിക്കേ. എനിക്കത് കാണാൻ കാര്യമില്ല. ഞാൻ വായിച്ചുതരാം. Fight those who do not believe in Allah or in the last day, who do not consider unlawful what Allah and His Messenger have made unlawful, and do not adopt the religion of truth from those who were given the scripture until they give the jizya willingly while they are humbled. അവർ കീഴടങ്ങി കയ്യോടെ ജിസിയ കൊടുക്കുന്നത് വരേക്കും അവരുമായി നിങ്ങൾ യുദ്ധം ചെയ്യാന്ന് കൃത്യമായിട്ട് ഇസ്ലാമിൽ ഖുറാനിൽ 9:29 എടുത്ത് വായിക്കണം ജലീലെ. ഇത് അറിയാതെ കിടന്നിട്ട് ഇതേപോലെ ഇളിച്ചോണ്ടിരുന്ന എന്നും ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കേണ്ടി വരും. അതാണ് ഉണ്ടാവുക. പിന്നെ എന്റെ ഭാഷയെ കുറിച്ച് പറഞ്ഞു, തീവ്രവാദത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയും അതിനെ വെളുപ്പിക്കുകയും അതിന് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ ഇതുപോലെ സോപ്പും പതയായിട്ട് നടക്കാൻ എന്നെ കിട്ടില്ല. പച്ചയ്ക്ക് പറയും, നിങ്ങൾ പച്ചയ്ക്ക് ഇതേപോലെ ജിഹാദി കൂട്ടിക്കൊടുപ്പ് നടത്തുന്നു. ഇതന്നെയാണ് പ്രശ്നം. നിങ്ങൾ മുസ്ലിങ്ങളെ കൊലക്ക് കൊടുക്കുന്നു. ഒരു അഹമ്മദാബാദ് ഈ പറയുന്ന സംഗതി അവരെ തള്ളി പറയേണ്ടതിന് വ്യക്തിപരമായ പരാമർശങ്ങൾ നമുക്ക് ഒഴിവാക്കി പോകാം. നിങ്ങൾ ചെയ്യുന്ന പണി ഇതൊരു പൊതു ചർച്ചയല്ലേ, വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട. അല്ല, അവർക്ക് അതേ അറിയൂ. മുഹമ്മദ് നബി ചെയ്തത് അത് തന്നെയാണ്. മുഹമ്മദ് നബി ചെയ്തത് അതിനാണ്. തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും ചെയ്തത് തന്നെയാണ് മുഹമ്മദ് നബി ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെക്കാൾ നന്നായിട്ട് ഇസ്ലാമിന്റെ തെറി എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ഉദാഹരണം വേണേ ഞാൻ പറഞ്ഞ, അള്ളാഹു പച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, തന്തയില്ലാത്തവനെ വിളിച്ചിട്ടുണ്ട്. എന്നെ കൂടെ വിളിപ്പിക്കരുത് ഞാൻ വീണ്ടും പറയാണ്. ഓക്കെ.